വിജിലൻസ് വിനയായത് ഉദ്യോഗസ്ഥർക്ക് മാത്രമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ശ്രീ പി എം മനോജി, വിജിലൻസ് ഭയം ഏതാണ്ട് IAS IPS തട്ടിൽ മാത്രം നിൽക്കുന്നതാണ് എന്നെനിക്ക് കരുതാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്നത് നിയമസഭയിൽ നടന്ന ഇന്നലത്തെയും ഇന്നത്തെയും 2 സംഭവങ്ങൾ ഉദാഹരിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇന്നലെ ഈ ഭാഗപത്രവുമായി ബന്ധപ്പെട്ട നികുതി ഇളവിൻ്റെ കാര്യം ചർച്ച ചെയ്യുകയുണ്ടായല്ലോ സഭയിൽ. അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. തുടർന്നുണ്ടായ ചർച്ച എന്നത് ഈ സ്വർണ്ണ വ്യാപാരികൾക്ക് ഏർപ്പെടുത്തിയൊരു നികുതി, വാങ്ങൽ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ വിഷയം വന്ന ഘട്ടത്തിൽ അത് നമ്മളിപ്പോൾ വാങ്ങുന്നില്ല, രേഖയിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ അത് നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പിൻവലിച്ചുകൂടെ എന്ന ചർച്ച വരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ചാർജറിന് ഒറ്റയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 14.5%, അതിൻ്റെ കൂടെ വാങ്ങുകയാണെങ്കിൽ 4.5%, 5%. അത് 2 രൂപത്തിലാണല്ലോ, അതെങ്ങനെ പോകുന്നു, അത് വിലവർധനയ്ക്ക് കാരണമാവില്ല. ഇങ്ങനെയുള്ള പല ചർച്ചകൾ നടക്കുകയാണ് നിയമസഭയിൽ. ഒരു ഘട്ടത്തിൽ മുൻ മന്ത്രി KC ജോസഫ് എല്ലാവരെയും ഓർപ്പിക്കുകയാണ്, നാം ഈ മുൻകാല പ്രാബല്യത്തോടെ ഈ നികുതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വരും. അപ്പോൾ തന്നെ ഭയന്നുകൊണ്ട് ഐസക് പറയുകയാണ്, ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാനായിട്ട് ഏറ്റെടുക്കില്ല, പ്രതിപക്ഷ നേതാവും മുൻ ധനമന്ത്രിയും എല്ലാം രേഖാമൂലം ഈ കാര്യം ആവശ്യപ്പെട്ടാൽ നമുക്കതിൻ്റെ മേൽ നടപടിയെടുക്കാം. എന്തിനാണ് ഇത്തരമൊരു ആശങ്ക? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിജിലൻസ് പേടി വരുന്നത്? ഇന്ന് ഗൗരവതരമായ അഴിമതി ആക്ഷേപമാണ് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് ശ്രീമതി ജെ മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ. വിജിലൻസ് അന്വേഷിക്കാൻ തയ്യാറല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നാളെ അതിൻ്റെ എല്ലാ രേഖകളും സഭയിൽ സമർപ്പിക്കാമെന്നാണ് VD സതീശൻ പറയുന്നത്. ഈ സർക്കാരിൻ്റെ 100ാം ദിവസം ജെ മേഴ്സിക്കുട്ടിയമ്മയാണ് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തത്. അന്ന് ഇതൊരു സംശയരൂപേണ ഉന്നയിക്കപ്പെട്ടതാണ് ആ ചർച്ചയിൽ. അന്നും മന്ത്രി അത് ഇല്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്, ഇന്നും വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് പറഞ്ഞല്ലോ കോടതിയെ സമീപിക്കുകയാണ് KM എബ്രഹാം വേണ്ടതെന്ന്. അങ്ങനെയെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. മുഖം തിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഭയം? ഒരിക്കലുമല്ല. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന KM എബ്രഹാമിൻ്റെ കേസ് സർക്കാർ തീരുമാനിച്ചിട്ട് നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടല്ല പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത്, ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടത്. ഈ VD സതീശൻ ഒരു നിയമജ്ഞനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നിയമത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണു ഉന്നയിച്ചതുപോലെ സർക്കാർ അതിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു. കൃത്യമായ പരാതിയുണ്ട്. ആ പരാതി ഇതാ ഞങ്ങൾ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നേരെ കോടതിയിൽ കൊണ്ടു കൊടുത്താൽ മതി. ഉള്ള പ്രഥമ ദൃഷ്ടിയാ കോടതിക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു മാസം കൊണ്ട് അന്വേഷിക്കാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തൊരു പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വേണു ആദ്യം ഉന്നയിച്ചത്. അത് വിജിലൻസിനെ പേടി. യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്യോഗസ്ഥ സംവിധാനം, എഴുതി വെച്ച നിയമങ്ങൾ, അതിനനുസരിച്ചുള്ള പോക്ക്, അങ്ങനെയാണ്. പിന്നെ ജനകീയ സർക്കാർ വേണ്ട, ജനാധിപത്യം വേണ്ട, തെരഞ്ഞെടുപ്പ് വേണ്ട, എഴുതി വെച്ച നിയമങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനം, ബ്യൂറോക്രസിയും മാത്രം മതി. അത് പരിശോധിക്കാൻ പോലീസിങ്ങും വേണം, അപ്പുറത്ത് കോടതിയും വേണം. അല്ലാണ്ട് രാഷ്ട്രീയ നേതൃത്വം വേണ്ട. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനും നിലനിൽക്കുന്ന നിയമങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പ്രായോഗികമായി നിശ്ചയിക്കാനുമാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ് ഉണ്ടാകുന്നത്. അതിലാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ പങ്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അത് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ചെയ്യാനുള്ള അവസ്ഥ നാട്ടിലുണ്ടാകണം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് വലിയ തെറ്റാണ്, വിജിലൻസ് പിടിക്കേണ്ടതാണ് എന്നൊരു തോന്നലുണ്ടാവുന്ന അവസ്ഥ ശരിയല്ല. അങ്ങനെ തോന്നലുണ്ടാകുമ്പോൾ നേർക്കുനേർ നടക്കേണ്ട കാര്യങ്ങൾ പോലും പലപ്പോഴും സ്തംഭിക്കും. അത് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞ 4 മാസം കൊണ്ട് വന്നതല്ല. അത് കേരളത്തിൽ അതുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വിജിലൻസിനെ ഒരു തരത്തിലും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒന്നാക്കി മാറ്റിയത്. അത് ഇതിൻ്റെ മറ്റൊരു എക്സ്ട്രീമാണ്. ഈ 2 എക്സ്ട്രീമിനും മധ്യത്തിലുള്ള വിജിലൻസിൻ്റെ പണി ചെയ്യുന്ന പോലീസിങ് നടത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതിപ്പോൾ നമ്മളിപ്പോൾ പരസ്പരം ഞങ്ങളിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയുണ്ട്, പിന്നെ ശ്രീ മുരളീധരനുണ്ട്, അതുപോലെ രാഷ്ട്രീയമായിട്ട് 3 തരത്തിൽ നിൽക്കുന്ന ആളുകൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ 3 കക്ഷി രാഷ്ട്രീയ താല്പര്യം വെച്ച് ചർച്ച ചെയ്യേണ്ടതല്ല, മറിച്ച് പൊതു താല്പര്യം വെച്ച് നമ്മൾ പൊതുവായൊരു വിഷയമായി എടുത്തുകൊണ്ട് അതായത് സർക്കാർ എന്ത് ചെയ്യണം, സർക്കാർ എങ്ങനെ ജനോപകാരപ്രദമായ നടപടികൾ നീക്കണം എന്ന അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാക്കാൻ വിജിലൻസ് വാളുമെടുത്ത് ഏത് വിഷയത്തിന് മുന്നിലും നിൽക്കുകയല്ല വേണ്ടത്. മറിച്ച് തെറ്റായ കാര്യങ്ങളുണ്ടാകുമ്പോൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ച് അതിൽ തീരുമാനമെടുക്കണം. അതോടൊപ്പം തന്നെ ശരിയായ കാര്യങ്ങളെ ചെയ്യാവൂ എന്ന ബോധ നിലവാരത്തിലേക്ക് മുഴുവൻ ആളുകളെയും കൊണ്ടുവരികയും വേണം. അതിനപ്പുറം വാളെടുത്ത് ഭയപ്പെടുന്ന അവസ്ഥ അതിപ്പോഴുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ V മുരളീധരൻ, ഇവിടെ പക്ഷേ ഈ വിജിലൻസ്
ജേക്കബ് തോമസ് നയിച്ചാലും ആര് നയിച്ചാലും ഈ കാര്യത്തിൽ ഒരു കാർക്കശ്യത്തോടെ ആ സംവിധാനം മുന്നോട്ട് പോകുമെന്ന ഭയം അല്ലെങ്കിൽ അത്തരമൊരു ജനവിധിയുടെ സന്ദേശം ഈ പ്രതിപക്ഷവും ഉൾക്കൊള്ളുന്നു എന്നാണോ? കാരണം KC ജോസഫാണ് ചൂണ്ടിക്കാട്ടുന്നത് അബദ്ധമൊന്നും കാണിക്കരുത് എന്ന് വെച്ചാൽ ഞങ്ങൾ പരമാവധി അബദ്ധം കാണിച്ചിരിക്കുന്നു, അബദ്ധമൊന്നും കാണിക്കരുത്, വിജിലൻസ് ഉണ്ട് ഇത് പിടികൂടാൻ, അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന്. അപ്പോൾ ശ്രീ PM മനോജ് ചൂണ്ടിക്കാട്ടുന്നത് പോലെ വാളെടുത്ത് എപ്പോഴും വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ട് വിജിലൻസ് നിൽക്കേണ്ട. പക്ഷേ വിജിലൻസിൻ്റെ ഈ നടപടികൾ ഇതൊന്നും ബാധകമല്ല എന്ന് കരുതി വിലസിയിരുന്ന ഭരണ സംവിധാനത്തെ ആ രൂപത്തിൽ നയിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ചില വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ കാണുന്നത് ഇതിൽ വേറൊരു ആംഗിളാണ്. അതായത് നമ്മുടേത് ജനാധിപത്യ ഒരു സംവിധാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ റോള് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഥവാ ഭരണ നേതൃത്വത്തിൻ്റെ നയങ്ങൾക്കും ഭരണ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾക്കും വിധേയമായിട്ടാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ മേൽക്കോയ്മ അല്ലെങ്കിൽ അവരുടെ മേൽക്കൈ നേടുന്നത് ഭരണ നേതൃത്വം ദുർബലമാകുമ്പോഴാണ്. ഇവിടെ കേരളത്തിലിപ്പോൾ സിവിൽ സർവീസിൽ തമ്മിലടി, സിവിൽ സർവീസും പോലീസും തമ്മിലടി, പോലീസിനകത്ത് ഉൾപോര്, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയുടെ അഭാവമല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരുന്നത് കാർക്കശക്കാരനാണ്, അദ്ദേഹം മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്, ഇരട്ടച്ചങ്കുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ നിസ്സഹായാവസ്ഥയല്ലേ അദ്ദേഹം ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ പ്രകടിപ്പിച്ചത്? കാരണം ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊക്കെയുള്ള പബ്ലിസിറ്റി മാനിയ ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സിവിൽ സർവീസിനെ നിലക്ക് നിർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഭരണ നേതൃത്വത്തിൻ്റെ ഉപയോഗത്തിനായിട്ട് അതിനുള്ള ആയുധങ്ങളുണ്ട്. അത് വേണ്ട തരത്തിൽ പ്രയോഗിക്കാൻ കഴിവില്ലായ്മയാണ് ഉദ്യോഗസ്ഥന്മാർ ഈ തരത്തിൽ പോകുന്നത്. അതിന് ഉദ്യോഗസ്ഥന്മാരെ പഴിചാരിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താനുള്ള കഴിവില്ലായ്മയാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ഈ തരത്തിൽ പെരുമാറുന്നതിലൂടെ ഉണ്ടായിട്ടുള്ളത്. അത് മാറിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ തലത്തിൽ നിൽക്കും. മുൻകാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെക്കുറിച്ച് ആ കാലത്ത് പറഞ്ഞിരുന്നത് അതല്ലേ? KR ഗൗരിയമ്മയെക്കുറിച്ചൊക്കെ എന്താ പറഞ്ഞിരുന്നത്? അവർ പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഈ കാര്യം ഞാൻ തീരുമാനിക്കാൻ പോകുന്നു, അത് എങ്ങനെ നടപ്പിലാക്കണമെന്ന് നിങ്ങൾ കണ്ടെത്തണം. ഇവിടെ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇന്നില്ല എന്ന് ഒരർത്ഥത്തിൽ പരോക്ഷമായിട്ട് ഇപ്പോൾ സമ്മതിക്കപ്പെടുകയാണ്. ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് നിയമസഭയിൽ വിലപിക്കുന്നതിലൂടെ. ശരി, ശ്രീ രാജ്മോഹൻ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ഈ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ താങ്കളും മുൻപ് ഇതുപോലെ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഗൗരവതരമായി ഇത് സഭയിൽ ഉന്നയിക്കപ്പെടുകയുമാണ്. പക്ഷേ ശ്രീ PM മനോജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ലളിതമായൊരു മാർഗ്ഗമുണ്ട്. എത്രയൊക്കെ ഇനി വിജിലൻസ് അന്വേഷണം ഇല്ല എന്ന് പറഞ്ഞ് സർക്കാർ മുഖം തിരിച്ചാലും ഈ കോടതിയിലേക്ക് പോയാൽ പോരെ തിരുവനന്തപുരത്തെ? വേണു, അങ്ങനെയാണെങ്കിൽ അതേ ചോദ്യം ഞാൻ തിരിച്ചു വേണുവിനോട് ചോദിക്കുകയാണ്. ഇവിടെ EP ജയരാജൻ എന്ന് പറയുന്നൊരു മന്ത്രി, അദ്ദേഹം അഴിമതി നടത്തി. സ്വജനപക്ഷപാതം അഴിമതിയാണല്ലോ, അധികാര ദുർവിനിയോഗമാണല്ലോ. അത് ആരും കോടതിയിൽ പോയില്ലല്ലോ. കോടതിയിൽ പോകുമെന്ന് പറഞ്ഞതാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്താണ് അതിശക്തമായി ആരോപണം വന്നത്. ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രി ആ ആരോപണം അംഗീകരിച്ചു, കുറ്റം ചെയ്തതായി ബോധ്യമായി. അപ്പോൾ സ്വാഭാവികമായി കോടതിയിൽ പോകുന്നതിന് മുമ്പ് പിന്നെ EP ജയരാജൻ രാജിവെച്ചു, അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാത്രം അദ്ദേഹത്തിൻ്റെ പിന്നെ നിയമനങ്ങളെല്ലാം റദ്ദാക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയ്ക്കകത്ത് ഉത്തരവാദിത്തപ്പെട്ടൊരു MLA രേഖാമൂലം കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പിന്നെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുകയാണ്. ആ അഴിമതി ആരോപണം സഭയ്ക്കകത്ത് ഒരു നിയമസഭാ സാമാജികൻ ഉന്നയിക്കുമ്പോൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഉന്നയിക്കുന്നത്. മന്ത്രി പറയണം, ഞാൻ ഏത് അന്വേഷണവും വെല്ലുവിളിക്കാനല്ലോ, വെല്ലുവിളി ആർക്കും നടത്താം, പക്ഷേ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. സഭയിൽ പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റിയും ഉണ്ട്. അപ്പൊ അതിന്റെ ആനുകൂല്യം കൊണ്ടാണോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത് തുറന്ന നിയമയുദ്ധത്തിലേക്ക് പോകാൻ. നിയമയുദ്ധത്തിലേക്ക് സ്വാഭാവികമായി പോകുമല്ലോ. ഇപ്പൊ നാളെ ഇതിന്റെ ഡോക്യുമെന്റൽ എവിഡൻസ് മുഴുവൻ നാളെ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അനക്കവുമില്ല, ഒരു കുലുക്കവുമില്ല. അദ്ദേഹം ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ലെങ്കിൽ, അദ്ദേഹമാണല്ലോ പറഞ്ഞത് UDF അല്ല LDF, കോൺഗ്രസ് അല്ല CPM. അപ്പോൾ ഇത് കോൺഗ്രസ് അല്ല CPM എങ്കിൽ LDF UDF അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടുന്നത്?
ഒരാരോപണം ഒരു നിയമസഭാ സാമാജികൻ രേഖകൾ സഹിതം സഭയ്ക്ക് പുറത്ത് വയ്ക്കുമ്പോൾ ഒരു അന്വേഷണം നടത്തിയിട്ട് ആ അന്വേഷണത്തിലൂടെ കുറ്റം തെളിയിക്കപ്പെടുന്നില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച MLA-ക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കാം. ശരി, ഞാൻ മറ്റതിഥികളിലേക്ക് വരാം. എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം തുടരും.